നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ എടുക്കുക. ഭ്രമയുഗം, മമ്മൂട്ടി, കൊടുമൺ പോറ്റി, ഈ ഇത്രയും കാര്യങ്ങൾ മതി. ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാവർക്കും, കൊച്ചു പിള്ളേർക്കും പോലെ എല്ലാവർക്കും ലോകമെമ്പാടും അറിയാവുന്ന കഥാപാത്രമായി മാറി. എന്തൊരു വേഷപ്പകർച്ച, എന്തൊരു സൗണ്ട് മോഡുലേഷൻ. ഓരോ രംഗങ്ങൾ അഭിനയിക്കുമ്പോഴും വളരെ സസൂക്ഷ്മമായ ഗംഭീരമായ പ്രകടനം. മമ്മൂട്ടി എന്ന് പറഞ്ഞ നടനെ ഇങ്ങനെ നമ്മൾ വിലയിരുത്തേണ്ട പ്രകടനം എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഒക്കെ അനായാസമായിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മമ്മൂട്ടിയുടെ മനക്കിലേക്ക് തന്നെയാണ് സ്വാഗതം. ആ സിനിമ കണ്ടിട്ട് നമ്മൾ 5 മിനിറ്റ് തിയേറ്ററിൽ കഴിഞ്ഞ ശേഷം ഇരിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഭയങ്കര വലുതാണ്. കാരണം ഈ സിനിമയ്ക്കകത്ത് ഒരു ഇറച്ചി തിന്നുന്ന സീനുണ്ട്. ഈ സിനിമയ്ക്കകത്ത് ചെറിയ ചിരിയുണ്ട്, ചെറിയ ചെറിയ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടങ്ങളുണ്ട്, അട്ടഹസിക്കുന്നുണ്ട്, കൈകൊണ്ടുള്ള ചില കാര്യങ്ങൾ. അദ്ദേഹം മേശയിലും അദ്ദേഹത്തിൻ്റെ ചാരുകസയിലും ഒക്കെ തൊടുന്ന കുറേ രംഗങ്ങളുണ്ട്. സിനിമ കാണുമ്പോൾ അറിയാം, അതൊന്നും സ്പോയിലറല്ല. ഇത്രയും കാര്യങ്ങളൊക്കെ, ഇതെല്ലാം ഓരോ സീനുകളും ഭയപ്പെടുത്തുന്ന സീൻ, ഇതെല്ലാം സസൂക്ഷ്മമായി ചെയ്യാൻ ഒരു മഹാനടന് മാത്രമേ പറ്റത്തുള്ളൂ. ഈ ഒരു ക്യാരക്ടർ, കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ക്യാരക്ടർ, നമുക്ക് തർക്കമില്ലാതെ പറയാം ഇന്ത്യയിലല്ല ലോക സിനിമയിൽ ചെയ്യാൻ പറ്റിയ മറ്റൊരു നടൻ മമ്മൂട്ടിയല്ല മറ്റൊരു നടൻ സാധിക്കില്ല. കാരണം എല്ലാം കൊണ്ടും, രൂപമാറ്റം കൊണ്ടും, അതിൻ്റെ സംസാര ഡയലോഗ് ഡെലിവറി കൊണ്ടും, വേഷപ്പകർച്ചയുടെ തമ്പുരാനാണെന്ന് പറയാം. ആ രീതിയിലുള്ള മാറ്റം, സസൂക്ഷ്മമായ അഭിനയ ശൈലി, എല്ലാം കൊണ്ടും മമ്മൂട്ടി എന്ന നടൻ്റെ കയ്യിൽ ഭദ്രമാണ് ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റി. ഇത് നിങ്ങൾക്ക് കമൻസ് ഇടാം. ഇതിനത് എത്രമാത്രം കണ്ടവർക്ക് അദ്ദേഹത്തിന് അത് ചേർന്നോ ചേർന്നില്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. കണ്ടവർക്കെല്ലാം അറിയാം ഇത് ഏത് സിനിമയിലും നമ്മൾ നല്ലതെന്ന് പറയണം. അന്നേരം ഈ 73ാമത്തെ വയസ്സിലും പരീക്ഷണത്തിന് വിധേയമാകുന്ന, ആ പരീക്ഷണം വിജയിപ്പിക്കാനുള്ള തൻ്റെ ഇടം, അതിനാണ് കയ്യടി. പരീക്ഷണം എല്ലാവർക്കും നടത്താൻ പറ്റും, പക്ഷേ പരീക്ഷണം വിജയിപ്പിക്കാനുള്ള തൻ്റെ ഇടം. ഇപ്പോൾ കാതൽ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അദ്ദേഹം ചെയ്ത ആ ക്യാരക്ടറുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഭ്രമയുഗം. നൻപോലിനകത്ത് യാതൊരു ബന്ധവുമില്ല കാതൽ, അതുമായിട്ട് ബന്ധവുമില്ല ഭ്രമയുഗം. പുഴുവിലെ ക്യാരക്ടറായിട്ട് യാതൊരു ബന്ധവുമില്ല കാതലിനും നൻപോലിനും നേരത്തും ഭ്രമയുഗത്തിനും. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മുടെ റോഷാക്കിൽ. ഇങ്ങനെ നീളുന്നു പട്ടിക ഇഷ്ടം പോലെ. അന്നേരം ഇനി അങ്ങോട്ടും ഈ വിജയത്തോടുകൂടി എനിക്കൊന്ന് മമ്മൂട്ടി എന്ന മഹാനടൻ മിനുക്കി സ്വയം എടുത്ത് ഗംഭീര ചിത്രങ്ങൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പായിരിക്കും ഉറപ്പായിട്ട്. ഇനി നമുക്ക് കാണാൻ പോകുന്നത് ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. മമ്മൂട്ടി എന്ന നടൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ഈ ഭ്രമയുഗമൊക്കെ വരെ. ഇനിയും കാണാൻ പോകുന്നത് തൃശ്ശൂർ പൂരം പോലുള്ള ഗംഭീര സിനിമകളായിരിക്കും എന്നുള്ളത് സംശയം വേണ്ട. അത് അദ്ദേഹം ബോക്സ് ഓഫീസിനെ ഭയക്കുന്നില്ല. എല്ലാ രീതിയിലും കലാപരമായിട്ടും വാണിജ്യപരമായിട്ടുള്ള സിനിമകൾ ഒരേപോലെ ഒരുക്കി വിസ്മയിപ്പിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇപ്പം മലയാള സിനിമയിൽ അദ്ദേഹത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. 2 രീതിയിലും, ഞാൻ പറഞ്ഞത് വാണിജ്യപരമായും കലാപരമായും വിജയിപ്പിക്കാൻ കഴിവുള്ള നടൻ, അത് ഒറ്റപ്പേര് മമ്മൂട്ടി. അന്നേരം എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് നേരുന്നു. അടുത്ത പുത്തൻ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കും.